നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്കൊക്കെ നല്ലോണം പിടിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. എന്താ മഞ്ഞ റംബൂട്ടാൻ. ഇതാണ് ഇതിൻ്റെ ബേറാപ്പിൾ എന്ന് പറയുന്ന സാധനം. എല്ലാവർക്കും നമസ്കാരം. പൂക്കുളത്തേൽ അഗ്രി ഫാമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുക. ഇത് മലേഷ്യൻ തായ്ലൻഡ് ചാമ്പയാണ്. ഇതിൻ്റെ ചാമ്പ എന്ന് പറയുമ്പോൾ ഇത് ആപ്പിൾ ചാമ്പ എന്നൊക്കെ പറയും. നല്ല വലിപ്പമുള്ള ചാമ്പയ്ക്കയാണ്. ഇത് ചുവന്ന ചാമ്പങ്ങയാണ്. ഇത് നല്ലോണം പിടിക്കുന്ന ചാമ്പയാണ്. ഇത് നിറച്ച് ഇത് പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ഇതിൻ്റെ ഇല പോലും കാണത്തില്ല, അതേപോലെ പിടിക്കും. നല്ലോണം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതാണ്. ഇത് ധാരാളമായി ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കഴിക്കാനും പറ്റും, വൈൻ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്. അത് അത്ര ഇനത്തിൽപ്പെട്ട ഒരു ചാമ്പയാണ്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും എല്ലാവർക്കും നല്ല പോഷക സമൃദ്ധമായ ഒരു പഴമാണ് തായ്ലൻഡ് ചാമ്പ. കല്ലുകെട്ടി മാവ് ഉണ്ടോ? മാങ്ങ ഉണ്ടോ? മാങ്ങ ഇതിപ്പം മാങ്ങ കഴിഞ്ഞു. ഇപ്പോൾ സീസൺ നേരത്തെ പൂക്കുന്നതാണ്. പക്ഷെ മാങ്ങ ഭയങ്കര വലിപ്പമാണ്. വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു മാങ്ങ ഞാൻ തൂക്കി നോക്കിയ സമയത്ത് 1 കിലോയിൽ 100 ഗ്രാമും കിട്ടിയായിരുന്നു. അത്ര നല്ല ടേസ്റ്റുമാണ്. അണ്ടി വളരെ ചെറുതാണ്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. അത് സമയം കൂടുതൽ പിടിക്കും ഇത് പാകമായി കിട്ടാൻ വേണ്ടി. ഇതൊക്കെ നേരത്തെ പൂക്കുന്നതാണ്. കാരണം ഇത്രയും വലിപ്പമായി വരണ്ടേ. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് താമസം പിടിക്കുന്നില്ല മാങ്ങ പാകമാകാൻ വേണ്ടി. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാ കാലാവസ്ഥയിലും പിടിക്കുന്നതാണ്. പിന്നെ മാവിന് സ്വതവേ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, മാവ് നടുമ്പോൾ ചില ആൾക്കാർ പറയും ഞങ്ങൾ നട്ടിട്ട് മാങ്ങ പിടിക്കുന്നില്ല, എന്തുകൊണ്ടാണെന്ന് ചോദിക്കും. നമ്മൾ മാവ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് മാത്രമേ മാവ് നടാവൂ. ബെഡ് മാവ് സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നട്ടാൽ മാത്രമേ അത് കായ്ഫലം നമുക്ക് തരത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് പൂവാകുന്ന സമയത്ത് നമ്മൾ കരാട്ടയോ എന്തെങ്കിലും പോലുള്ള കീടനാശിനി അടിച്ചു കൊടുത്താൽ ഈ പുഴു ഇതിൻ്റെ ഉള്ളിലുണ്ടാകുകയില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് പുഴു വരാതിരിക്കാൻ വേണ്ടി ആ സമയത്ത് നമ്മൾ മരുന്നടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഫിറമോൺ കെണിയുണ്ട്, ഒരു മഞ്ഞ പാത്രത്തിൽ വരുന്നുണ്ട്. അതിനകത്ത് ട്രാപ്പുണ്ട്. അത് പച്ചക്കറിക്കാണ് പച്ചക്കറി, ഫ്രൂട്ട്സിന് ട്രാപ്പ് വെച്ച് കഴിഞ്ഞാൽ ഈ ആണീച്ചേനെ ആകർഷിച്ച് ഈ കെണിക്കകത്ത് വന്ന് വീണ് അതിൽ ചത്തുപോകുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് മാവിനെ പുഴുവില്ലാതാക്കാൻ സാധിക്കുന്നതാണ്. അതുമല്ലെങ്കിൽ മാങ്ങ പാകമായി കഴിഞ്ഞാൽ പറിച്ചു കഴിഞ്ഞിട്ട് 1 ലിറ്റർ വെള്ളം തിളപ്പിക്കുക. അത്രയും 1 ലിറ്റർ കൂടെ പച്ചവെള്ളം ചേർത്ത് അതിനകത്ത് ശകലം ഉപ്പും കൂടെ ചേർത്ത ശേഷം ഈ മാങ്ങ പറിച്ചിട്ട് അതിനകത്ത് ഒന്ന് മുക്കി ചെറിയൊരു ചൂട് കിട്ടുന്ന രീതിയിലേക്ക് ആയ ശേഷം അതിനെടുത്ത് പുറത്ത് വെച്ച് പഴുപ്പിച്ച് കഴിഞ്ഞാൽ പുഴു ഉണ്ടാകത്തില്ല. അങ്ങനെയാണ് മാവ്. അടുത്തത് ഇത് ദുരിയാനെ പറ്റി എല്ലാവർക്കും അറിയാം. മലേഷ്യൻ ഫ്രൂട്ടാണ്. നല്ല മലേഷ്യയുടെ ദേശീയ പഴമാണ് ഈ ദുരിയാൻ എന്ന് പറഞ്ഞത്. ഇത് ദുരിയാനെ സംബന്ധിച്ച് പറയുമ്പോൾ, ദുരിയാന് നമ്മൾ ഒരു പഴം എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത സ്മെല്ലാണ്. നമുക്കത് നമ്മളെ ആകർഷിക്കുന്നതല്ല. ഇതിന് പലർക്കും പല അഭിപ്രായമുള്ളത്. പക്ഷേ ഞാൻ കഴിച്ചിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. ഞാൻ തായ്ലൻഡിൽ പോയ സമയത്ത് ഇതിൻ്റെ പഴം കഴിച്ചതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പഴം നമ്മൾ പറിച്ചു വെച്ചാൽ, കായ് പറിച്ചു വെച്ച് പഴുക്കുമ്പോൾ അതിന് ഒരു വല്ലാത്ത സ്മെല്ലാണ് വരുന്നത്. പക്ഷേ പഴുത്ത് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് നല്ലതാണ്. ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. അത് പലർക്കും പല രീതിയിലാണ് അനുഭവപ്പെടുന്നത്. അത് ഓരോരുത്തരും ഇഷ്ടം പോലെ. അത് ടേസ്റ്റ് പലർക്കും പല പഴത്തിൻ്റെയും ടേസ്റ്റ് ചിലർക്ക് പിടിക്കത്തില്ല, ചിലർക്ക് പിടിക്കും. അങ്ങനെയാണ്. ഇതാണ് ദുരിയാൻ, മലേഷ്യൻ ഫ്രൂട്ടാണ്. ഉണ്ടോ? നിറച്ച് പഴമാണ്. ഇത് കുറേ പൊഴിഞ്ഞു പോയി. അറിയാം, ഈ വർഷത്തെ കാലാവസ്ഥ അതികഠിനമായ മഴയാണ്. ഈ മഴയുടെ ഇത് കൂടുതലുണ്ട് ഈ പഴം കുറേ പൊഴിഞ്ഞു പോയി. ഇത് നമുക്ക് ഇഷ്ടം പോലെ പിടിക്കും. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു ഫ്രൂട്ടാണ് ഈ ബുഷ് ഓറഞ്ച്. കാരണം കണ്ടോ, അത് പഴുത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല പഴമാണ്. കണ്ടോ, ഇത് വെള്ളം കുടിക്കാൻ, നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കുടിക്കുന്ന പോലെ വെള്ളം കുടിക്കാനാണ് ടേസ്റ്റ്. പുളിയാണ്. അപ്പോൾ നല്ല ഈൽഡിങ് ഉള്ളൊരു സാധനമാണ് ഈ ബുഷ് ഓറഞ്ച്. അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഫ്രൂട്ടാണ്. നല്ലോണം പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അധികം വളരാത്തൊരു കുറ്റിച്ചെടി പോലത്തെ ഒരു ചെടിയാണ്. അപ്പോൾ അധികം വലിപ്പമൊന്നും വെക്കത്തില്ല. അത് മെല്ലെ മെല്ലെ അതിൻ്റെ വളർച്ച ഉണ്ടാവുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പുലാസാൻ. കണ്ടോ, പുലാസാൻ കായ്ച്ചു നിൽക്കുന്നതാണ്. കണ്ടോ, നിറച്ച് കായാണ്. ഈ വർഷം ആദ്യമായിട്ട് പിടിച്ചതാണ് പുലാസാൻ. അപ്പം
അതും പറഞ്ഞ പോലെ നമ്മുടെ കാലാവസ്ഥയുടെ കൂടുതലുണ്ട്, മഴ കൂടിയതിലുണ്ട്. നമുക്ക് ഈ പ്രാവശ്യം കുറേ പൊഴിഞ്ഞു പോയി. എങ്കിലും ഞങ്ങൾ കുറച്ചൊക്കെ പറിച്ചു. നല്ല ദശയാണ്. ഇത് റംബുട്ടാൻ്റെ മാതിരി, റംബുട്ടാൻ്റെത് ചുവപ്പ് കളറ് അല്ലെങ്കിൽ മഞ്ഞ കളർ, അങ്ങനെയാണ് റംബുട്ടാൻ കാണപ്പെടുന്നത്. ഇതിന് പുറമേ ബ്രൗൺ കളറാണ്. നല്ലോണം നല്ല ബ്രൗൺ കളറാകുമ്പോൾ അത് പാകമായിരിക്കും. അപ്പോൾ അതിനെ പറിച്ച് നമുക്ക് അന്നേരം സ്വാദിഷ്ടമായ പഴമാണ്. നമ്മുടെ റംബൂട്ടാൻ പോലെ മാംസമായ പാകമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. തോട് പൊട്ടിച്ച് കഴിയുമ്പോൾ തോടിന് നല്ല കട്ടിയുണ്ട്. അത് നല്ല സ്വാദിഷ്ടമായ പഴമാണ്. നല്ല പ്രോട്ടീനൊക്കെ അടങ്ങിയ ഒരു പഴമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അത് നമ്മുടെ കാലാവസ്ഥയിൽ, കാരണം നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചൂട് കൂടിയ കാലാവസ്ഥയുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ ഇത് സക്സസ് ആയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ടത്, ഇതിന് കായ് പൊഴിച്ചിലൊക്കെ ഉണ്ടാവും. ഈ പൊഴിച്ചിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പൊട്ടാഷ്, 1 കിലോ പൊട്ടാഷ് ഇതിൻ്റെ ചുവട്ടിൽ വിതറിയിട്ട് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ കായ് പൊഴിച്ചിൽ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതാണ് പുലാസാനെ പറ്റി പറയാനുള്ളത്. അടുത്തതായിട്ട് ഇതാണ് മക്കോട്ട ദേവ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട്. ഇത് നമുക്ക് നേരിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനമല്ല. നേരിട്ട് കഴിക്കാന്ന് പറഞ്ഞാൽ അതിന് കയ്പ. നേരിട്ട് കഴിക്കുമ്പോൾ അത് ശരിക്കും പഴുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഒരു ബുഷ് ഓറഞ്ച് പോലെ ഇത്രയും വലിപ്പം ഉണ്ടാവും. അത് നല്ല ബ്രൗൺ കളറാവും. ഈ കാപ്പിക്കുരുവിൻ്റെ ഷേപ്പാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല പഴുത്ത് കഴിഞ്ഞ് നല്ല ബ്രൗൺ കളറായി കഴിയുമ്പം ഈ പഴം പറിച്ച് എടുത്തതിന് ശേഷം നമ്മൾ നല്ല വെയിലുള്ള സമയത്ത്, ഇത് പറിച്ച് നമ്മൾ അരിയുന്ന ദിവസം നല്ല വെയിലായിരിക്കണം. നല്ല വെയിലുള്ള സമയത്ത് ഇവനെ നമ്മൾ ഉള്ളി അരിയുന്ന പോലെ കട്ടിംഗ് ബോർഡ് വെച്ച് അരിഞ്ഞ് ഇവനെ വെയിലത്ത് വെച്ച് ഉണക്കി ഒരു 4-5 ദിവസം കൊണ്ട് ഇത് ശരിയായ രീതിയിൽ ഡ്രൈ ആവും. അപ്പോൾ ഇത് ഭരണിയിലിട്ട് സൂക്ഷിക്കാം. ഇതിൻ്റെ ഒരു മെഡിസിൻ പ്ലാന്റാണിത്. ഇതിൻ്റെ കായ് അരിഞ്ഞ് ഉണക്കിയിട്ട് അതിൻ്റെ ഒരു 3-4 കഷ്ണം എടുത്തിട്ട് ഒരു 1-2 ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുഗറിനൊക്കെ വളരെ ആശ്വാസകരമാണ്. ഷുഗറ്, പിന്നെ ഈ മുട്ടുവേദനയൊക്കെ ഉണ്ടാകുന്ന മുട്ടുവേദന, മറ്റേ യൂറിക് ആസിഡ്, അങ്ങനെയുള്ള പ്രഷർ, ഇതിനെല്ലാം നല്ലതെന്ന് പറയപ്പെടുന്നത്. ഇപ്പം വ്യാപകമായ രീതിയിൽ ഇത് മൂന്നാറിലേക്ക് കൃഷി ചെയ്ത് അവർ ഇത് പാക്കറ്റിലാക്കി വിൽക്കുന്നുണ്ട്. ഇത് 100 ഗ്രാം ഉണങ്ങിയ ഇതിൻ്റെ ഈ മക്കോട്ടദേവയുടെ ഉണങ്ങിയതിന് 500 രൂപ വിലയുണ്ട് ഇതിന്. ഇത് മൂന്നാറിലൊരു കൃഷിക്കാരൻ ഇത് വ്യാപകമായ കൃഷി ചെയ്ത് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇതിനകത്ത് പൂവായിട്ടുണ്ട്, ഇപ്പോൾ കായുണ്ട് തല്. ഇത് നേരത്തെ ഇവിടെ ഒരു ചെടി ഉണ്ടായിരുന്നതാണ്. നല്ലോണം കായ് പിടിച്ച് നല്ലോണം വന്നു. ഇതിൻ്റെ കുറ്റി കണ്ടോ, അത് എന്തോ കാരണത്തിൽ ഫംഗസ് പിടിച്ച് അത് പോയി. രണ്ടാമത് ഇത് കയറി വന്നതാണ്. ഇത് കൂട്ടൊരു 5-10 പ്ലാന്റ് ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉണങ്ങി വെക്കാൻ വേണ്ടി. അപ്പം നല്ല സാധനമാണ്. ഷുഗർ പേഷ്യൻ്റ് ഉള്ള വീട്ടിൽ ഇത് വാങ്ങി വെക്കുന്നതാണ് നല്ലതാണ്. കാരണം നമ്മൾ എല്ലാ ദിവസവും ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ഒരു ദിവസം 3 ലിറ്റർ വെള്ളം ചുരുങ്ങിയത് കുടിക്കണം. അപ്പം നമ്മൾ ആ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുമ്പോൾ ഇതിനകത്തൊരു 4-5 കഷ്ണം ഇട്ട് തിളപ്പിച്ച് അത് വെച്ച് കുടിക്കുന്നത് വളരെ അത്യുത്തമമാണ്. നമുക്ക് രോഗശമനം കിട്ടും. മാത്രമല്ല ആരോഗ്യത്തിന് നല്ലതാണ്, ക്ഷീണം ഉണ്ടാകത്തില്ല. അതെല്ലാം പറ്റിയ സാധനമാണ് ഇത്. അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് അച്ചാച്ചീറു എന്ന് പറയുന്ന ഒരു പുതിയൊരു ഫ്രൂട്ടാണ്. നമുക്കിവിടെ കായ്ച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പഴം, ഇത് ലാറ്റിൻ അമേരിക്കയിലെ ആമസോൺ മഴക്കാടുകളിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്നാണ് പറയപ്പെടുന്നത്. ഇത് വ്യാപകമായി ഓസ്ട്രേലിയയിലൊക്കെ വ്യാപകമായിട്ട് ഇത് കൃഷി ചെയ്തു വരുന്നു. ഇത് മാങ്കോസ്റ്റിൻ ഫാമിലിയിൽപ്പെട്ടൊരു വൃക്ഷമാണ്. ഇതിൻ്റെ പഴം വളരെ സ്വാദിഷ്ടമാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ കൊക്കോയുടെ കായെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ മാംസം എന്ന് പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ. നല്ല ടേസ്റ്റാണ്. കുറച്ച് നല്ല വലുപ്പത്തിൽ, ഏകദേശം ഒരു മാങ്കോസ്റ്റിൻ്റെയൊക്കെ വലുപ്പത്തിൽ ഇതിൻ്റെ കായ അതിൻ്റെ വലുപ്പം അത്രയൊക്കെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്കിത് കായ്ച്ചിട്ടില്ല. വളരെ ടേസ്റ്റായൊരു പഴമാണ്. വളരെ പോഷക സമൃദ്ധമാണ്, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെയുള്ളൊരു മരമാണ് അച്ചാച്ചിറു. അത് പുതിയൊരു മലേഷ്യൻ ഫ്രൂട്ടാണ്. ഇത് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് സപ്പോട്ട. നിങ്ങൾക്ക് ഇതിനകത്ത് നല്ലോണം ഉണ്ടായിരുന്നതാണ്. ഈ മഴയുടെ കൂടുതൽ കൊണ്ട് കുറേ പോയി. കാരണം കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായിരുന്നു ഈ വർഷം. എന്നാലും ഉണ്ട്. ഇത് ബനാന സപ്പോട്ടയാണ്. അതിൻ്റെ മുകളിൽ കായുണ്ട്. ഇതിനകത്ത് കായ് കണ്ടോ, ബനാനയുടെ രൂപത്തിലാണ്. അത് നീണ്ടിട്ടിരിക്കുന്നതുകൊണ്ടാണ് ബനാന സപ്പോട്ട. കണ്ടോ, നീളത്തിൽ അതിൻ്റെ കായ കത്തലുണ്ട്. നിങ്ങൾക്ക് വേണം കാണിച്ചു തരാം, നിങ്ങളെ പരിചയപ്പെടുത്തി. ഇത് വളരെ നല്ല ടേസ്റ്റുള്ളൊരു പഴമാണ്. ഉണ്ടോ,
വളരെ നീണ്ടിട്ട് ഓവൽ ഷേപ്പിൽ, അതാണ് ഇതിൻ്റെ പഴം. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുള്ള പഴമാണ്. ഇഷ്ടംപോലെ നിറച്ച്. ഈ സപ്പോട്ടയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ എപ്പോഴും നമുക്ക് ഫലം തരുന്ന ഒരു വൃക്ഷമാണ് നമുക്ക് ഈ സപ്പോട്ട എന്ന് പറയുന്നത്. നല്ല രീതിയിൽ നല്ല ഉൽപ്പാദനം. ഇതിനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പാകമാകുമ്പോൾ ഇതിനെ പറിച്ചു വെക്കുക, അല്ലെങ്കിൽ വവ്വാൽ, അണ്ണാൻ, ഈ മരപ്പെട്ടി ഇതെല്ലാം ഇത് ഭക്ഷിക്കുകയും നമുക്കത് കിട്ടാതെ വരികയും ചെയ്യും. അതാണ്. അടുത്തതായിട്ട് ഓറഞ്ചാണ്. ഇത്ര ഓറഞ്ച് പിടിച്ചതാണ്, ഇപ്പോഴത്തേക്ക് കായില്ല. നല്ല ഓറഞ്ച് നമുക്ക് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അത്രയും നല്ല രീതിയിൽ കിട്ടുന്നില്ല. എങ്കിൽ നമ്മൾ സാമ്പിൾ വെച്ച് ഒരു മരമാണ്. എന്നാലും ഇതിന് അത്യാവശ്യമൊക്കെ പിടിച്ച് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുള്ള ഒരു പഴമാണ് നല്ല ഓറഞ്ച്. ഇത് പ്രത്യേക ടൈപ്പ് ഒരു ഓറഞ്ചാണ്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന മിറാക്കിൾ ഫ്രൂട്ട്. ഇത് അതിൻ്റെ പേര് കൊണ്ട് തന്നെ നമുക്കറിയാം, മിറാക്കിളാണ് ഇത്. ഇതിൻ്റെ പഴം തിന്നു കഴിഞ്ഞാൽ ഏത് സാധനം കഴിച്ചാലും കുറച്ച് സമയത്തേക്ക് വായിൽ മധുരമായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ പഴം കഴിഞ്ഞതാണ്, നിറച്ച് പഴം ഉണ്ടാകുന്ന ഒരു തൈയാണ് ഇത്. ഒരു കുറ്റിച്ചെടി പെട്ടതാണ്, അധികം വളരത്തില്ല. നമ്മുടെ ടെറസിലും നമ്മുടെ ബാഗിലും ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റിയ ഒരു ഇനമാണ് ഈ മിറാക്കിൾ ഫ്രൂട്ട്. നിറച്ച് പഴം തരുന്നതാണ്. അതിൻ്റെ കായയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വലിയൊരു കാന്താരി മുളകിൻ്റെ വലിപ്പം, ഒരു ഇത്രയൊക്കെ വലിപ്പം ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റുള്ളൊരു പഴമാണ്. അങ്ങനെ ഒരു പഴമാണ് മിറാക്കിൾ ഫ്രൂട്ട്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന റംബൂട്ടാൻ. റംബൂട്ടാൻ്റെ കായെല്ലാം കഴിഞ്ഞു, നിറച്ച് കാ പിടിക്കുന്നതാണ്. ഇത് NIT വെറൈറ്റി റംബൂട്ടാനാണ്. റംബൂട്ടാനെ പറ്റി നമുക്കിപ്പോൾ ആരോടും കൂടുതൽ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം റംബൂട്ടാൻ്റെ ഗുണമേന്മ. പക്ഷെ ഈ വർഷം പൊതുവിൽ റംബൂട്ടാന് ഒരു പരാതി കൃഷിക്കാരുടെ ഇടയിൽ വന്നത് പൊഴിച്ചിൽ. കാരണം എന്നോട് ഒരു കൃഷിക്കാരൻ പറഞ്ഞത് ഏകദേശം 1 ലക്ഷം രൂപ ഈ വർഷം ഉൽപ്പാദനം അതിന് സാമ്പത്തികമായിട്ട് പൈസ കിട്ടേണ്ട ഒരു മരത്തിൽ നിന്ന് ഈ കൊല്ലം ഒരു 10,000 കിട്ടുകയുള്ളൂ. കാരണം നിറച്ച് പിടിച്ചു, അത് കഴിഞ്ഞിട്ട് യാഗമായ പൊഴിച്ചിലായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, അതിനെപ്പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു. ആരും അതിൻ്റെതായ ഒരു ഉത്തരം ഇതുവരെ തന്നിട്ടില്ല. അതാണ് റംബൂട്ടാൻ. നല്ല സ്വാദിഷ്ടമായ പഴമാണ്. ഇപ്പം കിലോയ്ക്ക് 250-300 രൂപ ഒരു കിലോ പഴത്തിന് വിലയുണ്ട്. ഇത് റംബൂട്ടാൻ ഇത് പറഞ്ഞ പോലെ നല്ല സൂര്യപ്രകാശം വേണം. റംബൂട്ടാൻ ഒരു തോട്ടം തന്നെ പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു തൈ വെച്ച് 40 അടി അകലത്തിൽ മറ്റൊരു ചെടി വെക്കാൻ പാടുള്ളൂ. 2.5 അടി കുഴിയെടുത്ത് അതിനകത്ത് കമ്പോസ്റ്റ് വളം നിറച്ച്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി ഇതെല്ലാം നിറച്ച് കുഴി മൂടി അതിൻ്റെ നടുക്ക് ഒരു 10 ദിവസം വെക്കുന്നത് നല്ലതാണ്. 10 ദിവസം കഴിഞ്ഞ ശേഷം ചെറിയ കുഴി എടുത്തിട്ട് അതിനകത്തേക്ക് റംബൂട്ടാൻ വെച്ചു വിടുക. അങ്ങനെയാണ് ഇതിൻ്റെ കൃഷി രീതി. പിന്നെ ഒരു 1.5 ആൾ 2 ആൾ ഹൈറ്റ് വരുമ്പോൾ മേലേക്ക് വരുന്ന റംബൂട്ടാൻ്റെ ശിഖരം നേരെ പോകുന്നത് അത് മുറിക്കുവാണെങ്കിൽ ഇത് പടർന്ന് പന്തലിച്ച് വരും ബുഷായിട്ട്. കാരണം അത് എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പലരും കൊണ്ടുപോയി വെക്കും, അതങ്ങ് പോകും. ഇത് നമ്മൾ ഇത്രയും 500 രൂപയെ കൊടുത്ത് വാങ്ങിയതല്ലേ, എങ്ങനെയാണ് മുറിക്കുന്നത് ചോദിക്കും. പക്ഷേ അത് മുറിക്കാതിരുന്നാലും ഇത് ഹൈറ്റ് വെച്ച് പോവുകയും ഇതിനെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നതാണ് ഈ അണ്ണാന്, വവ്വാല്. ഇതെല്ലാം ഇതിന് പഴം തിന്നും. അപ്പം നമുക്കിതിൻ്റെ മുകളിൽ ഇത് നല്ല പൂവായി നല്ലതായി കഴിഞ്ഞാൽ വലയിട്ട് കൊടുക്കണം. വലയിട്ട് കൊടുത്താൽ ഈ പക്ഷി മൃഗാദികളൊന്നും ഇത് ആക്രമിക്കത്തില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ബുഷായിട്ട് നിർത്തണം എന്നതിൻ്റെ കാര്യം. അതാണ് റംബൂട്ടാനെ പറ്റി പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും. ഇത് ഇഷ്ടംപോലെ കായ പിടിക്കുന്ന, അതിന് ടൈമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഏത് സമയത്തും ഇത്തരം പൂവാകും, കായായിക്കൊണ്ടിരിക്കും എപ്പോഴും. നല്ല മാംസളമായ ഭാഗമാണ് മുഴുവൻ. നല്ല ജലാംശമുള്ള ഒരു ഫ്രൂട്ടാണ് ഇത്. ജ്യൂസൊക്കെ അടിച്ചു കുടിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ പ്രമേഹമുള്ളവർക്കൊക്കെ വളരെ ഗുണപ്രദമാണ്. പല രോഗങ്ങൾക്കും വൈനുണ്ടാക്കാൻ നല്ലതാണ്. ഇഷ്ടംപോലെ പിടിക്കും ഇതിന് മുകളിൽ, നല്ലോണം പിടിക്കുന്നൊരു ഫ്രൂട്ടാണ് ഇത്. പാകമാകുന്നതിന് മുമ്പ് ഇത് ഒരു പകുതി മുക്കാലൊക്കെ മൂപ്പാകുമ്പം അച്ചാറിടാൻ നല്ലതാണ്. അങ്ങനെയൊക്കെ എല്ലാ സാധനം നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന സാധനമാണിത്.
വൈനാക്കാനും അച്ചാറിടാനും നേരിട്ട് കഴിക്കാനും. ഇത് ഒരു പഴത്തിന് ആന്ധ്രയിലൊക്കെ 40 രൂപ വില വരുന്നുണ്ട്. കാരണം അത് പറയാൻ കാരണം വെച്ചാൽ നമുക്കിവിടെ ഈ ആൾക്കാരൊക്കെ ഇവിടെ പണിയെടുക്കാൻ വരുന്നുണ്ട്, ഈ JCBയുടെ പണി അങ്ങനെയൊക്കെ. അവർ വന്ന് ഇത് പറിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമ്മോട് പറയുന്നത്, ചേട്ടാ ഇത് ഞങ്ങൾക്ക് അവിടെ ഇതിന് ഭയങ്കര റേറ്റാണ്, ഭയങ്കര പിടിച്ചു പറിക്കുന്ന സാധനമാണ്, അതുകൊണ്ട് ഇവിടുന്ന് പറിച്ചുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള ഫലമാണ് സ്റ്റാർ ഫ്രൂട്ട്. വളരെ പോഷക സമൃദ്ധം, ജലാംശം കൂടുതലുള്ളൊരുമാണ്. ഒരു 2 പഴമൊക്കെ ഒരു സമയം കഴിച്ച് നമ്മുടെ അന്നത്തെ വിശപ്പ് മാറും, നമുക്ക് ക്ഷീണം മാറും. അങ്ങനെയുള്ളൊരു ഫലമാണ് ഇത് സ്റ്റാർ ഫ്രൂട്ട്. അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബെയർ ആപ്പിൾ, ഇളന്തപ്പഴം എന്നൊക്കെ പറയുന്ന ഒരു പഴമാണ്. ഇതിൻ്റെ പഴത്തിൻ്റെ സാദൃശ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തേൽ കായ ചെറിയത് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് നിറച്ച് പൂവായിരുന്നു. ഈ പൂ മുഴുവൻ കായായി വന്നിരുന്നെങ്കിൽ ഇത് ഇല കാണത്തില്ല, അതേപോലെ ഉണ്ടായിരുന്നു. ഈ അതികഠിനമായ മഴ കാരണം ഈ പൂക്കളും ചെറിയ കായ് പിടിച്ചതെല്ലാം പൊഴിഞ്ഞു പോയി. ഇപ്പോഴും ഇത് പൂവായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ഇതിനകത്ത് നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലോണം പിടിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയ കായ് നിങ്ങൾക്ക് കാണിച്ചു തരാം, അതിൻ്റെ സാമ്പിളായിട്ട്. ഇതാണ് ഇതിൻ്റെ ബെയർ ആപ്പിൾ എന്ന് പറയുന്ന സാധനം, ഫ്രൂട്ട്. നല്ല ആപ്പിൾ പോലെയാണ് ഇതിൻ്റെ മാംസളമായിട്ട്. വലിയ അതിമധുരമൊന്നുമില്ല, എന്നാലും സാമാന്യം മധുരമുണ്ട്. നല്ല ആപ്പിൾ കഴിക്കാം, നല്ല ഗുണപ്രദമാണ്. നമ്മുടെ കാലാവസ്ഥയിലൊക്കെ ഇത് യോജിച്ചാണ്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയൊക്കെ നല്ലോണം പിടിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. മഴ കൂടുതലുള്ളിടത്ത് കുറച്ച് കായ്ഫലമൊക്കെ കുറയും. പക്ഷെ നമ്മുടെ ഉഷ്ണ ഉള്ള സ്ഥലത്ത്, ചൂട് കൂടിയ സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ ഇത് സക്സസ് ആയിട്ട് വളരുന്ന ഒരു ചെടിയാണ്. ഇതെല്ലാം ഫുള്ള് പൂവാ. ഒരു റൗണ്ട് പൂവൊന്ന് പോയതാ. ഇത് ഇടക്കിടക്ക് പിടിക്കുന്നുണ്ട് ഈ ഇതിനകത്ത്. അത് ഒരു സീസൺ ചെടിയായിട്ടല്ല, ഇത് ഫ്രൂട്ടല്ല. ഇത് നല്ല രീതിയിൽ കായ് പിടിക്കുന്നതാണ്. ഇളന്തപ്പഴം എന്ന് അറിയപ്പെടുന്നു. ഇത് ഒട്ടിച്ചതാണ് സാധനം. ഈ നമ്മുടെ ചെടി നട്ടുപിടിപ്പിച്ച് കായൊക്കെ കിട്ടുന്നത്. സാധാരണ വെറൈറ്റി ഒന്നും അങ്ങനെ പെട്ടെന്ന് കായ് പിടിക്കത്തില്ല. നമ്മൾ നേരത്തെ കാണിച്ചതാണ് റംബൂട്ടാന്. ഇത് അതിൻ്റെ NIT ഒരു വെറൈറ്റി കൂടെയാണ്. ഇതെല്ലാം നല്ല ബുഷായിട്ട് നിൽക്കുക. നമ്മൾ അതിൻ്റെ സംവിധാനത്തിലെല്ലാം വെട്ടി ഒരുക്കി എല്ലാം ആക്കിയിട്ട് നിർത്തിയിരിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ വേറെ പരിചയപ്പെടുന്ന വെരിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഇത്. നമ്മുടെ ഇതിന് പഴം കാണിച്ചു തരാം. ഇപ്പുറത്തെ പഴമുണ്ട്, സപ്പോട്ട, വെരിക്കേറ്റഡ് സപ്പോട്ട ഉണ്ടോ? ഇതിൻ്റെ പഴം നല്ല വലിപ്പം പൊക്കുന്ന ഒരു പഴമാണ്. നല്ല കാലാവസ്ഥയ്ക്ക്. ഇതിൻ്റെ ഇലയ്ക്കാണ് പ്രത്യേകത. പഴങ്ങളെല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കും, കണ്ടോ? വെരിക്കേറ്റഡ്. കാരണം പട്ടാളക്കാരൻ്റെ യൂണിഫോം പോലെയാണ് ഇതിൻ്റെ, പച്ചയും മഞ്ഞയും പോലെ. അപ്പോൾ ഇതാണ് വെരിക്കേറ്റഡ് സപ്പോട്ട. ഇത് നമ്മുടെ സപ്പോട്ടകളെല്ലാം നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതാണ്. നല്ല രീതിയിൽ നമുക്ക് പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ്. നല്ലോണം പിടിക്കും, നല്ല കായ്ഫലം തരുന്നതാണ് സപ്പോട്ട. അതുപോലെ ഒരു മാവ് ഇനമാണ് പരിചയപ്പെടുത്തായി വരുന്നേ ഉള്ളൂ. ഇത് കുളമ്പ് ഇനത്തിൽപ്പെട്ട മാവാണ്. കുളമ്പ് ഇത് പൂ ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ ഈ വർഷം പൂവായിട്ടില്ല. നല്ല ഒരു ഫ്രൂട്ടാണ്, നല്ല മാവ്. അടുത്തതായിട്ട് സപ്പോട്ട ഉണ്ടോ? ഓലോ സപ്പോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രൂട്ടാണ്. ഇത് പുതിയ ഇനമാണ്, നമുക്കിവിടെ കായ്ഫലം വന്ന് കണ്ടിട്ടില്ല. അതൊരു പുതിയ ഇനത്തിൽപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് മിൽക്ക് ഫ്രൂട്ട്. നമ്മളിപ്പോൾ കാണിച്ച പോലെ ബെയർ ആപ്പിൾ പോലെ അതിന് കുറച്ചും കൂടെ വലിപ്പം, ചെറിയ ഒരു ആപ്പിളിൻ്റെ വലിപ്പം ഉണ്ടാവും. നല്ല ഫ്രൂട്ടാണ്. ഇപ്പോൾ എല്ലാം പൂവായി നിൽക്കുകയാണ്, നിറച്ച് കാ പിടിക്കുന്നതാണ് ഫ്രൂട്ട്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ഫ്രൂട്ടാണ്. നല്ല സ്വാദിഷ്ടമായ ഒരു ഫ്രൂട്ടാണ്. നമ്മുടെ കേരളത്തിലെ വരണ്ട കാലാവസ്ഥയിലും ഒക്കെ ഇത് പിടിക്കുന്നതാണ്. കണ്ടോ, നിറച്ച് പൂവാണ്. ഇപ്പോൾ അതിൻ്റെ കായില്ല, ആയി വരുന്നേ ഉള്ളൂ. നല്ല സ്വാദിഷ്ടമായ ഒരു ഫ്രൂട്ടാണ് മിൽക്ക് ഫ്രൂട്ട്. ഇത് അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന കപ്പൽ നല്ലൊരു പഴമാണ്. ഈ കപ്പലിൻ്റെ പഴം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വിയർക്കുമ്പോൾ പോലും നല്ല സുഗന്ധം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. നമുക്കിവിടെ കായ്ച്ചിട്ടില്ല, കിഴക്കൻ മേഖലയിലൊക്കെ ഇത് കായ്ച്ചു വന്നിട്ടുണ്ട്. നമുക്കിവിടെ ആയി വരുന്നേ ഉള്ളൂ.
നല്ലൊരു ഫ്രൂട്ടാണ്, നല്ല സ്വാദിഷ്ടമായ ഫ്രൂട്ടാണ് കെപ്പൽ. നല്ല ഏത് കാലാവസ്ഥയിലും നമുക്കിത് പിടിക്കുന്നതാണ്. നല്ല നല്ല തഴച്ച് വളർന്ന, അങ്ങനെ പെട്ടെന്ന് അങ്ങ് വലിയ ഹൈറ്റ് വെച്ചിട്ട് പോകുന്നതല്ല, മെല്ലെ മെല്ലെ സോയിൽ വളർച്ച, നല്ല ഉറപ്പുള്ള നല്ലൊരു ചെടിയാണ് കെപ്പൽ. ഇത് അടുത്തത് ഞാൻ പരിചയപ്പെടുത്തുന്ന നിങ്ങളെ ജബോട്ടിക്ക. ഇതിന് മരമുന്തിരി എന്നൊക്കെ പറയപ്പെടും. ഇതിൻ്റെ തടിയിലാണ് ഫ്രൂട്ട് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് ഫാം തരുന്നൊരു തന്നുകൊണ്ടിരുന്നതാണ്, ഈ വർഷത്തേക്ക് ആയിട്ടില്ല. നല്ല കറുപ്പ് കളറിൽ ഒരു ചെറിയ മുന്തിരിയുടെ വലുപ്പത്തിലുള്ള ഒരു ഫ്രൂട്ടാണ്. നല്ല സ്വാദിഷ്ടമാണ്. നല്ല ഏത് കാലാവസ്ഥയിലും നമുക്ക് ഇത് ഇവിടെ കായ്ഫലം തരുന്നതാണ്. നല്ല ഫ്രൂട്ടാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അവക്കാഡോ. അവക്കാഡോ നമുക്ക് ഇവിടെ കായ്ച്ചിട്ടൊന്നുമില്ല, പക്ഷേ കായ് പിടിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചൂട് കൂടിയ കാലാവസ്ഥയാണ് എങ്കിലും നമുക്കിവിടെ കാലാവസ്ഥയിൽ പിടിക്കുമെന്ന് വിചാരിക്കുന്നത്. നല്ലൊരു ഫ്രൂട്ടാണ് അവക്കാഡോ. അറിയാം, അവക്കാഡോ ഏറ്റവും കൂടുതൽ ഷേക്ക് ഉണ്ടാക്കാനും അങ്ങനെയുള്ളതിനൊക്കെ ഉപയോഗിക്കുന്നത്, നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം. അതിൻ്റെ പഴം സാധാരണ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അതിൻ്റെ ടേസ്റ്റ് പിടിക്കത്തില്ല. പഴം പഴുത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഷേക്ക് അടിക്കാനോ അങ്ങനെയൊക്കെ പാലിലൊക്കെ ചേർത്ത് കഴിക്കാനോ കൂടുതൽ ഉപയോഗിക്കുന്നത്. നേരിട്ട് കഴിക്കാൻ കുറവാണ്. ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ്. വളരെ പോഷക സമൃദ്ധമാണ് ഇതിൻ്റെ ഫ്രൂട്ട്. നല്ല ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ. ഇത് അടുത്തത് ഞാൻ പരിചയപ്പെടുന്ന സ്ട്രോബെറി പേര. സ്ട്രോബെറി പേര എന്ന് പറഞ്ഞാൽ ചെറിയ പേരയ്ക്കയാണ്. പേരയ്ക്കയുടെ ഷേപ്പിൽ വളരെ ചെറിയത്. ഇപ്പോൾ ഇതിന് മുകളിൽ ഇല്ല കായ്, ഇത് നന്നായിട്ട് പിടിക്കുന്നതാണ്. നല്ല ഒരു ഫ്രൂട്ടാണ്. ചെറിയതേ ഉള്ളൂ, ചെറിയ നെല്ലിക്കയുടെ വലിപ്പവും സാധനത്തിന് വരത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഫ്രൂട്ടാണ് സ്ട്രോബെറി പേര. നല്ല ഒരു പേരയാണ്. അടുത്ത പരിചയപ്പെടുത്തുന്നത് നമ്മൾ റംബുട്ടാൻ. നേരത്തെ 2 റംബുട്ടാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. ഇത് മഞ്ഞ റംബുട്ടാനാണ്. ഇതിന് മുകളിൽ കായ് ഉണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. അതാ എന്താ മഞ്ഞ റംബുട്ടാനാണ്. മഞ്ഞ റംബുട്ടാൻ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മധുരം, നല്ല മധുരമാണ്. സാധാരണ മറ്റേ ചുവന്ന റംബുട്ടാൻ ഉള്ളതിനേക്കാൾ കൂടുതൽ മധുരം ഇതിനുണ്ട്. പക്ഷേ കായ്ഫലം കുറച്ച് കുറവായിരിക്കും. മറ്റേത് കായ്ക്കുന്ന പോലെ അത്ര വാണിജ്യ അടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്യാൻ ഏറ്റവും യോജിച്ചത് ചുവന്നതാണ്. N80 അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഏറ്റവും നല്ലത്. ഈ കൃഷി രീതിയൊക്കെ നേരത്തെ പറഞ്ഞ അതേമാതിരി തന്നെ. ഇതെല്ലാം പൂവെല്ലാം കുറേ കരിഞ്ഞു പോയത്. എല്ലാം പൂവായിരുന്നു ഫുള്ള്, കണ്ടത് എല്ലാം കുറേ കരിഞ്ഞു പോയതാണ്. ഇതെല്ലാം ഇനി ഇത് നമ്മൾ റംബുട്ടാൻ അത് നമ്മൾ പഴമായി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇത് ഫുള്ള് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം പഴങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന താത്തിയെ കട്ട് ചെയ്യാവുള്ളൂ. ഇതുപോലെ നമ്മൾ താഴെ വെച്ച് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും വരുന്ന ശിഖരങ്ങൾ ഇവിടെ നിന്നായിരിക്കും. ശിഖരങ്ങൾ ഒന്ന് അത്തേക്കൂടെ വീണ്ടും പഴങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അതാണ് റംബുട്ടാൻ ചെയ്യുന്നത്, അങ്ങനെയാണ്. പിന്നെ നിങ്ങൾക്ക് ബബ്ബൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബമ്പിളി നാരങ്ങ എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ ചെടിയാണിത്. നല്ല ടേസ്റ്റായിട്ടുള്ള പഴമാണ്, നല്ല മധുരമുള്ളതാണ്, നല്ല പോഷക ഗുണമുള്ള ആളാണ്, നല്ല വിറ്റാമിൻസ് ഒക്കെ ഉള്ള ഒരു പഴമാണ് ബബ്ബൂസ്. അടുത്തത് നമ്മൾ നേരത്തെ നിങ്ങൾ ആദ്യം കാണിച്ചതാണ് ചാമ്പ, തായ്ലൻഡ് ചാമ്പ. അതിൻ്റെ പച്ചയാണ്. നേരത്തെ ആദ്യം കാണിച്ചത് ചുവപ്പായിരുന്നെങ്കിൽ ഇത് പച്ചയാണ്. ഇത് നല്ല മധുരമുള്ളതാണ്, നല്ലോണം കായ്ഫലം പിടിക്കുന്നത്. ചാമ്പയൊക്കെ ഏത് കാലാവസ്ഥയിലും എവിടെയും നല്ലോണം പിടിക്കുന്നൊരു വെറൈറ്റിയാണ് ചാമ്പ. അടുത്തായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങളെ ചെറിയാണ്. കണ്ടോ, ഇത് ഇത്രയുള്ള കായാണ് വരുന്നത്. ഒരു പുളിമധുരമാണ്. നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ്. നല്ലോണം നിറച്ച് പിടിക്കുന്നതാണ്. ഇപ്പോൾ ഇതിൽ ഫ്ലവറിങ് ആയിട്ടുണ്ട്, നിറച്ച് പൂവായി നല്ലോണം പിടിക്കുന്നതാണ്. ചില സമയത്ത് ഇതിൻ്റെ പഴത്തിൻ്റെ ഭാരം കൊണ്ട് ഇതിൻ്റെ കമ്പുകൾ ചാഞ്ഞു പോകും. ഇത് ഒരു കുറ്റിച്ചെടിയായിട്ടാണ് ഇത് വരുന്നത്. വലിയ അധികം വലുപ്പമൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ കണ്ടുവരുന്ന പോലെ കുറ്റിച്ചെടിയായിട്ടാണ്. നല്ലോണം ഫലം തരുന്നതാണ്. അതൊരു ചെറിയാണ്. ഇനി ഇതിന് ശേഷം ഞാൻ വേറെ പരിചയപ്പെടുത്തുന്നത് വെസ്റ്റേൺ ചെറി എന്ന് പറഞ്ഞൊരു ചെറിയാണ്. ഇത് ഒരു വെറൈറ്റി ചെറിയാണ്. ഇതിൻ്റെ പഴം ശരിക്കും പറഞ്ഞാൽ സ്റ്റാർ പോലിരിക്കും. ഇത് നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ നല്ല സ്വീറ്റ്, നല്ല മധുരമല്ല, ഒരു ചെറിയ പുളിമധുരം പോലെയാണ് ഇതിൻ്റെ എല്ലാം പഴങ്ങൾ. എല്ലാവർക്കും പിടിക്കത്തില്ല, പക്ഷേ എന്നാലും ടേസ്റ്റാണ്. ചിലർക്ക് പുളിയൊക്കെ വലിയ ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനമാണ്, ഒരു ചെറിയാണ്. നല്ല വെറൈറ്റി ചെറിയാണ്. ഇനി അവസാനമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നതാണ് ബറാബ. ഇതിന് മുകളിൽ പഴമുണ്ട്, ബറാബ എന്നാണ്. ഇപ്പം നേരത്തെ കാണിച്ച അച്ചാച്ചറു ഒക്കെ പോലെ തന്നെയാണ്. അച്ചാച്ചറു ഇതിലും വലിയ പഴമാണ്, ഇത് ചെറിയ പഴമാണ്.
ഇത് ഇതിൻ്റെ ഒരു പുളിമധുരമാണ് ഇതിൻ്റെ. ഇത് നിറച്ച് പഴം ഉണ്ടാകുന്ന, അത് സീസണൊന്നും ഇല്ല. എല്ലാ സമയത്തും ഇത്തേൽ ഏകദേശം പഴങ്ങൾ പിടിക്കും, നല്ലോണം പിടിക്കും. നല്ല നല്ല ടേസ്റ്റ്, പുളിമധുരം നല്ല ടേസ്റ്റുള്ള പഴമാണ് ബറാബ. നല്ല ടേസ്റ്റാണ്. അത് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.